ഇടുക്കി ജില്ലയെ അപേക്ഷിച്ച് UDF വലിയ തരംഗമായി മാറിയെന്ന് വേണം പറയാൻ. ഗ്രാമപഞ്ചായത്ത് 52 ജില്ലയിലെ 52 ഗ്രാമപഞ്ചായത്തുകളിൽ LDFന് വിധി എഴുതാൻ പറ്റിയത് 11 പഞ്ചായത്തുകളാണ്. അതോടൊപ്പം തന്നെ 8 ബ്ലോക്ക് പഞ്ചായത്തുകളിൽ LDFന് ദേവികുളം ബ്ലോക്ക് പഞ്ചായത്ത് മാത്രമാണ് നിലവിൽ പിടിക്കാനായത്. അതോടൊപ്പം തന്നെ ജില്ലാ പഞ്ചായത്തിന്റെ 17 ഡിവിഷനിൽ 3 സ്ഥലങ്ങളിൽ മാത്രമാണ് LDFന് സീറ്റ് ഉറപ്പാക്കാനായത്. ദേവികുളം, രാജക്കാട്, നെടുങ്കണ്ടം എന്നിവിടങ്ങളിലാണ്. പിന്നെ LDFനെ അപേക്ഷിച്ച ആശ്വാസകരമായ ഒരു വാർത്ത എന്ന് പറയുന്നത് സംസ്ഥാനത്തെ ഏക ഗോത്രവർഗ പഞ്ചായത്തായ ഇടമലക്കുടി സ്വന്തമാക്കാൻ കഴിഞ്ഞു. 2010 മുതൽ UDFന്റെ സിറ്റിംഗ് സീറ്റാണ്. അത് തിരിച്ചു പിടിക്കാൻ സാധിച്ചു എന്നൊരു ആശ്വാസ വാർത്ത തന്നെയാണ് LDFനെ സംബന്ധിച്ച് പറയാനുള്ളത്. കൂടാതെ NDA തന്നെ തോട്ടമേഖലയിലെ വലിയൊരു വേരോട്ടത്തിന് ശ്രമിച്ചു. NDA സ്ഥാനാർത്ഥികളടക്കം വലിയ രീതിയിൽ വോട്ട് പിടിച്ചു എന്ന് വേണം പറയാൻ സാധിക്കുന്നത്. സോണിയാഗാന്ധി ഉൾപ്പെടെ നമ്മുടെ BJP സ്ഥാനാർത്ഥിയായ നല്ലതന്നെ BJP സ്ഥാനാർത്ഥി സോണിയാഗാന്ധി 103 വോട്ട് തേടാൻ അവിടെ 103 വോട്ട് തേടി എന്ന് വേണം പറയാൻ. ഏതായാലും തോട്ടമേഖലയിൽ നല്ലൊരു വേരോട്ടത്തിനും NDA ശ്രമിച്ചിട്ടുണ്ട്. കൂടാതെ LDFനെ സംബന്ധിച്ച് പറയാനുള്ളത് വലിയൊരു തിരിച്ചടിയാണ്. LDFനെ സംബന്ധിച്ച് ജില്ലയിൽ പറയാനുള്ളത് വലിയൊരു തിരിച്ചടിയാണ് സമ്മാനിച്ചത്. കാരണം മുൻപ് ഉള്ള പ്രചാരണ ഘട്ടങ്ങളിലെല്ലാം തന്നെ LDF വ്യക്തമാക്കിയത് വമ്പിച്ച ഭൂരിപക്ഷത്തോടെ ഇത്തവണ ജില്ലാ പഞ്ചായത്ത് അടക്കം തങ്ങൾ കീഴടക്കും, പഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തും എല്ലാം തന്നെ കീഴടക്കും എന്ന് തന്നെയാണ് LDF മുമ്പ് പറഞ്ഞിരുന്നത്. എന്നാൽ അതെല്ലാം മാറിമറിച്ച് UDF ജില്ലയിൽ വലിയ തരംഗമായി മാറി എന്ന് വേണം പറയാൻ. 52 ഗ്രാമപഞ്ചായത്തുകളിൽ 11 മാത്രമാണ് LDFന് കരസ്ഥമാക്കാൻ സാധിച്ചത്. ഇതെല്ലാം തന്നെ ഭൂവിഷയങ്ങളും അതോടൊപ്പം തന്നെ വന്യമൃഗശല്യം ഇതെല്ലാം തന്നെയാണ് ഈ LDFന് എതിരായി എന്നുള്ളതാണ് നിലവിൽ ഉയരുന്ന ആരോപണം. ഏതായാലും വലിയ രീതിയിൽ UDFന് ജില്ലയിൽ ഒരു വേരോട്ടം ഉണ്ടാക്കാൻ സാധിച്ചു. അതോടൊപ്പം തന്നെ വലിയ തരംഗമായി മാറാൻ സാധിച്ചു എന്നുള്ളതാണ് വാസ്തവം. ക്യാമറമാൻ AP രാജയ്ക്കൊപ്പം ബിനീഷ് ആനണി, കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.